ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉബുണ്ടുവിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ, അതായത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉബുണ്ടുവിൻ്റെ പുതിയ വേർഷൻ ഉബുണ്ടു 22.04 എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് ഉബുണ്ടുവിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 22.04 നമുക്ക് ലഭിക്കും. എന്നാൽ അത് കസ്റ്റമൈസ് ചെയ്ത ഒന്ന് ആയിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തത് നമ്മുടെ കൈറ്റിൻ്റെ സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിനായി നമ്മൾ ആദ്യമേ തന്നെ കൈറ്റിൻ്റെ സൈറ്റിൽ പോവുകയാണ് ചെയ്യേണ്ടത്. കൈറ്റിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെയിൻ മെനുവിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാവുന്നതാണ്. ആ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ് നിലവിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലിനക്സ് 22.04 എന്നാണ് തന്നിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതും ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ്. അപ്പോൾ നമുക്ക് പഴയ സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐക്കണിൽ നടുക്ക് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ച് സമയം എടുക്കുന്നതായിരുന്നു. ഏകദേശം 6.8 GB നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഗൈഡും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം നമുക്കത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ ഒരു PDF-നകത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയർ അതൊരു ISO ഫയലാണ്. ഡൗൺലോഡ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ISO ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ISO ഫയൽ. ഇത് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 GB ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ പെൻഡ്രൈവ് വഴി ബൂട്ടബിൾ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പെൻഡ്രൈവ് ആദ്യമേ ബൂട്ടബിൾ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഏതൊരു കമ്പ്യൂട്ടറിനകത്താണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം എന്നുള്ള ഒരു പ്രോസസ്സാണ് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ റെഫ്യൂസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്. നമുക്ക് ബൂട്ടബിൾ ആക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ഓരോ മാർഗ്ഗങ്ങളും പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് റെഫ്യൂസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിലവിൽ ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവർക്ക് വേറൊരു രീതിയിലാണ് പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 രീതിയും കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യമേ വിൻഡോസിനകത്ത് എങ്ങനെ ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ എടുക്കുക. റെഫ്യൂസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു വിൻഡോയിൽ യെസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ആ സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കേണ്ട ഒരു പെൻഡ്രൈവ് നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പോവുകയാണ്.
ഓക്കെ, ഇപ്പോൾ ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെൻഡ്രൈവിനകത്ത് ഏത് പേരാണോ എന്ന് കിടക്കുന്നത് ആ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുകയാണ്, അതുകൊണ്ടാണ് ആ ഒരു ഉബുണ്ടുവിൻ്റെ പേര് സഹിതം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഏകദേശം 6 GB മേളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 8 GB കുറയാത്ത ഒരു പെൻഡ്രൈവ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ പെൻഡ്രൈവിൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ISO ഫയൽ അതെവിടെയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പം ISO ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തില്ലേ കൈറ്റിൻ്റെ സൈറ്റിൽ നിന്ന്, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ബൂട്ടബിൾ ആക്കേണ്ടത് എവിടെയാണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം അത് ആ ISO ഫയലിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ISO ഫയലിൻ്റെ പേര് സഹിതം നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആക്റ്റീവായി കിടക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഏറെ സമയം എടുക്കുന്നതായിരിക്കും. അത് ഓരോ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. ഞാനിപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് 12 ഐറ്റംസാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ ആ ഒരു പെൻഡ്രൈവിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് എല്ലാം ഫോർമാറ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് എങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാൻ ഓർക്കുക. ഇനിയിപ്പം നമുക്ക് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ പെൻഡ്രൈവിനകത്തോട്ട് ബൂട്ടബിളായി വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പെൻഡ്രൈവ് നമുക്ക് മറ്റൊരു ലാപ്ടോപ്പിനകത്തോട്ട് എവിടെയാണോ നമുക്ക് ഉബുണ്ടു 22.04 ആവശ്യമുള്ളത് ആ ലാപ്ടോപ്പിലേക്ക് കുത്തി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അടുത്തൊരു സെക്ഷനിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിൻഡോസ് ആയിരിക്കുകയല്ല ഉള്ളത്, ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെ ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അതും കൂടി നിങ്ങൾ കാണുക. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഉബുണ്ടു 22.04 ആണ് കയ്യിലുള്ളത് എങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ് ഞാൻ ആദ്യമേ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനായി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ കൈറ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫയൽ. നമുക്കിനി അത് എങ്ങനെ ബൂട്ടബിൾ ആക്കാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനായി നമ്മുടെ ഈ വിൻഡോസ് 22.04 ആണ് ഉള്ളതെങ്കിൽ നമ്മൾ വിൻഡോസ് കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നതാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ഡിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ആ ഫയൽ ഡിറ്റക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫയൽ ഡിറ്റക്റ്റ് ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് അതർ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ
നമുക്ക് എല്ലാ ലൊക്കേഷനും കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണോ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു IFF ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡ്രൈവിനകത്തോട്ടാണല്ലോ നമ്മൾ ബൂട്ടബിൾ ആക്കുന്നത്. അപ്പോൾ ബൂട്ടബിൾ ആക്കാനുള്ള ആ ഒരു പെൻഡ്രൈവ് നമ്മൾ ലാപ്പിൽ തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെൻഡ്രൈവിനകത്ത് നമ്മൾ കണക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പെൻഡ്രൈവ് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 6.8 GB സൈസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഞാൻ ഇപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 3.7 GB ഉള്ളൂ. അതുകൊണ്ട് ഇത് ആക്റ്റീവായി വരികയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അത് ആക്റ്റീവാക്കി കാണിക്കാം. അതിനുവേണ്ടി ഞാനിപ്പം പഴയ ആ കുത്തിയ പെൻഡ്രൈവ് ഊരി മാറ്റുകയാണ്. ഇനിയിപ്പോൾ സ്പേസ് ഉള്ള ഒരു പെൻഡ്രൈവ് കുത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മേക്ക് സ്റ്റാർട്ടപ്പ് ഡിസ്ക് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൂ മേക്ക് സ്റ്റാർട്ടപ്പ് ഡിസ്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ഈ ഒരു പെൻഡ്രൈവിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നഷ്ടപ്പെടും എന്ന്. നമ്മൾ എഫ് കൊടുക്കുകയാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ബൂട്ടബിൾ ആകാനുള്ള പ്രോസസ്സിങ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നോ കൊടുക്കുകയാണ്, കാരണം എൻ്റെ ഇതിനകത്ത് ഓൾറെഡി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ആവശ്യമുള്ളവർ എഫ് കൊടുക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. എഫ് കൊടുത്തതിന് ശേഷം നമ്മുടെ ലാപ്പിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. ഏകദേശം അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഉബുണ്ടു 18.04. അതിനകത്ത് എങ്ങനെ നമുക്ക് ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ പോവുക. ആപ്ലിക്കേഷൻ്റെ താഴോട്ട് വന്നു കഴിയുമ്പം സിസ്റ്റം ടൂൾ നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്റം ടൂളിനകത്ത് അഡ്മിനിസ്ട്രേഷൻ എടുക്കുക. അഡ്മിനിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അതിന് സൈഡിലുള്ള സ്റ്റാർട്ടപ്പ് ഡിസ്ക് ക്രിയേറ്റർ, ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു തന്നെയാണ് നമ്മൾ 22.04 ചെയ്ത പ്രോസസ്സാണ് നേരത്തെ കണ്ടത്. ഇപ്പോൾ എല്ലാ പ്രോസസ്സിങ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിനി ഈ ഒരു വിൻഡോയിൽ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ 22.04 കാണിച്ചു തന്നത്. അതേ രീതിയിൽ തന്നെ ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്ത് എവിടെയാണോ IFF ഫയൽ കിടക്കുന്നത് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പെൻഡ്രൈവ് കുത്തുക. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ മേക്ക് സ്റ്റാർട്ടപ്പ് ഡിസ്ക് കൊടുത്ത് ബൂട്ടബിൾ ആക്കാവുന്നതാണ്. നമ്മളിത് ഇനി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ നമ്മുടെ ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ സിസ്റ്റം ഓണാക്കുമ്പോഴത്തേക്കും നമ്മൾ HP-യുടെ ലാപ്പാണ് കയ്യിലുള്ളത് എങ്കിൽ നമുക്ക് കീബോർഡിൽ F9 എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ആ കീ ഞെക്കുക. ചില സാഹചര്യങ്ങളിൽ തുടരെ F9 പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഓൺ ആകുമ്പോഴത്തേക്കും ആ ഒരു പെൻഡ്രൈവ് കുത്തിയിട്ട് F9 എന്ന് പറയുന്നത് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബൂട്ടബിളിൻ്റെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ലാപ്പിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് USB ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്ന മൂന്നാമത്തെ ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആരൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു വിൻഡോ വരുന്നതായിരിക്കും. അതിനകത്ത് ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ സെലക്ഷനായി കിടക്കുന്നത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക.
നമുക്ക് വേണമെങ്കിൽ താഴോട്ട് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ആരൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉബുണ്ടുവിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ലോഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് നേരം കൂടിയും വെയിറ്റ് ചെയ്യുക. ഓരോ ലാപ്പിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു ടൈം എടുക്കുന്നത്. പുതിയ സിസ്റ്റമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഡിങ്ങിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഇൻ്റർഫേസ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള 2 ഓപ്ഷൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ട്രൈ കൈറ്റ് OS എന്ന് പറയുന്ന അതും ഇൻസ്റ്റാൾ കൈറ്റ് OS എന്ന് പറയുന്ന 2 ഐക്കണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാളാണ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇൻസ്റ്റാൾ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ഞാൻ തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. വൈഫൈ കണക്ട് ചെയ്യുന്ന കാര്യമൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക, ഇല്ല എങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും വൈഫൈ കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ നോർമൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നതാണ് സെലക്ട് ആയി കിടക്കുന്നത്. അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമ്മൾ 4 സ്റ്റേജുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. 7 സ്റ്റേജുകൾ ഉണ്ട്. ഇനിയിപ്പോൾ 5ാമത്തെ സ്റ്റേജാണ്. 5ാമത്തെ സ്റ്റേജിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് 3 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതിനകത്ത് 3ാമത്തെ ഓപ്ഷനായ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൈറ്റ് OS എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മളതെല്ലാം നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്ത് വെക്കാൻ ഓർക്കുക. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡേറ്റയും നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീട് വരുന്ന പോപ്പപ്പിൽ നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നമുക്ക് ടൈം സോൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ത്യ എവിടെയാണോ ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിയുമ്പം കൊൽക്കത്ത എന്ന് പറയുന്നത് സെലക്ട് ആവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഡേറ്റാസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനൊരു പേര് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ സ്കൂളുകളിലുള്ള എല്ലാ സിസ്റ്റത്തിലും നമ്മൾ പാസ്വേഡ് എന്നാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ കീപാഡിലെ എല്ലാ കീയും വർക്കിംഗ് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പാസ്വേഡ് പിന്നീട് വർക്ക് ആകാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാനിവിടെ പാസ്വേഡ് തന്നെ കൊടുക്കുകയാണ്. ഈ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് ഏതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും പാസ്വേഡ് കൊടുക്കുകയാണ്. ഇനി അതിന് തൊട്ട് താഴെ ലോഗിൻ ഓട്ടോമാറ്റിക്കലിയും ഉണ്ട്, റിക്വയർഡ് മൈ പാസ്വേഡ് ടു ലോഗിൻ എന്ന 2 ഓപ്ഷനുണ്ട്. ഞാൻ റിക്വയർഡ് മൈ പാസ്വേഡ് ടു ലോഗിൻ കൊടുക്കുകയാണ്. ഇനി ഇപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഫയലെല്ലാം കോപ്പി ചെയ്യുകയാണ് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചുമല ബാറ് ഫുള്ളാകുന്ന വരെ നമുക്ക് ആദ്യമേ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇനി വീണ്ടും നേരത്തെ കണ്ട പോലത്തെ ആ ചുമല ബാറ് വരുന്നതായിരിക്കും. ഏകദേശം മൊത്തത്തിലൊരു 30 മിനിറ്റെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സമയം അവർ എടുക്കുന്നുണ്ട്. ഏകദേശം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവസാനത്തെ സ്റ്റെപ്പ് വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മുടെ ലാപ്പിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് റീസ്റ്റാർട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് പുതിയൊരു നിർദ്ദേശമാണ് അവർ തന്നിരിക്കുന്നത്. പ്ലീസ് റിമൂവ് ദ ഇൻസ്റ്റാളേഷൻ മീഡിയം ദെൻ പ്രസ് എൻ്റർ. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കുത്തിയിരിക്കുന്ന ആ പെൻ ഡ്രൈവ് ഇനി റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എൻ്റർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുകയാണ്. കുറച്ച് നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു യൂസർ നെയിം വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് എൻ്റർ അടിച്ച് പാസ്വേഡ് ഏതാണെന്നുള്ളത് അതും കൊടുത്ത് കയറാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം ഈ കാണുന്നതാണ് 22.04 എന്ന് പറയുന്ന ഉബുണ്ടുവിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പുതിയ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.